ഞാൻ ഡോക്ടർ ഗിരിജ മോഹൻ. ഹാപ്പി ഹെൽത്തി കിഡ്സ് ടൈമിലേക്ക് വീണ്ടും സ്വാഗതം. നേരത്തെ ഒരു വീഡിയോയിൽ കുട്ടികളുടെ സ്ട്രെസ്സ് ഏതെല്ലാം വിധത്തിലാണ് പുറത്തേക്ക് വരുന്നത്, പേരൻസ് എങ്ങനെ മനസ്സിലാക്കണം എന്നാണ് ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നത്. എന്നാൽ ഈ വീഡിയോയിൽ എങ്ങനെ നിങ്ങൾക്ക് കുട്ടികളുടെ സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ പറ്റും എന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, എല്ലാ കാര്യത്തിലും നമ്മൾ പറയുന്നത് പോലെ തന്നെ പേരൻസ് നല്ല റോൾ മോഡൽസ് ആയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതായത് പേരൻസ് എല്ലാത്തിനും ആങ്സൈറ്റിയും സ്ട്രെസ്സും കാണിക്കുന്ന ഒരു ഫാമിലിയിൽ കുട്ടികൾ നാച്ചുറലി വളരെ സ്ട്രെസ്ഡ് ആയിരിക്കും. അവർക്കും അതേപോലെ തന്നെ ആങ്സൈറ്റിയും സ്ട്രെസ് മാനേജ്മെൻറ്റ് ചെയ്യാനുള്ള കഴിവും കുറവായിരിക്കും. അതുകൊണ്ട് എപ്പോഴും സാധാരണ എല്ലാവരും പറയുന്ന പോലെ അയ്യോ അയ്യോ എനിക്കിത് വന്നല്ലോ എന്ന് പറഞ്ഞിരിക്കാതെ നമ്മൾ ആ സിറ്റുവേഷൻസ് എങ്ങനെ വളരെ ബുദ്ധിപൂർവ്വം വിവേകപൂർവ്വം മാനേജ് ചെയ്യുന്നതെന്ന് കുട്ടികൾ കണ്ട് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ പേരൻസ് ആങ്ഷ്യസ് ആണെങ്കിൽ കുട്ടികളും ആങ്ഷ്യസ് ആയിരിക്കും. പേരൻസ് നല്ലവണ്ണം ആ സിറ്റുവേഷൻസ് മാനേജ് ചെയ്യുകയാണെങ്കിൽ കുട്ടികളും അത് തന്നെ കണ്ട് പഠിച്ച് വളർന്നുകൊള്ളും. രണ്ടാമത്തെ കാര്യം, എപ്പോഴും പറയുന്നതാണല്ലോ കുട്ടികളോട് നല്ലവണ്ണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന്. പ്രത്യേകിച്ച് സ്കൂളിൽ പോകുന്ന കുട്ടികൾ തിരിച്ചു വരുമ്പോൾ, രണ്ട് പേരൻസും വർക്കിംഗ് ആണെങ്കിൽ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ചിലപ്പോൾ രണ്ടുപേരും കാണുകയില്ലായിരിക്കും. എന്നാലും പേരൻസ് എപ്പോൾ വീട്ടിലെത്തിയാലും അച്ഛനോ അമ്മയോ ആരെങ്കിലുമാണ് ആദ്യം എത്തുന്നതെങ്കിൽ എത്ര സമയക്കുറവുണ്ടെങ്കിലും എത്ര ക്ഷീണിച്ച് വന്നാലും കുട്ടിയെ അടുത്ത് വിളിച്ചിരുത്തി അന്നത്തെ സ്കൂളിലെ കാര്യങ്ങളെല്ലാം ചോദിച്ചിരിക്കണം. LKG കുട്ടിയാണെങ്കിലും ശരി, 10th സ്റ്റാൻഡേർഡിലെ കുട്ടിയാണെങ്കിലും ശരി, രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്തെല്ലാം പഠിപ്പിച്ചു, ഏതെല്ലാം ടീച്ചേഴ്സ് ക്ലാസ് എടുത്തു, എന്തെല്ലാം കളികൾ കളിച്ചു, കോമ്പറ്റീഷൻസ് ഉണ്ടായിരുന്നു, കൂട്ടുകാരുടെ കാര്യങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും കുട്ടികളുമായിട്ട് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അതിൽ ഞാൻ പറയുന്നത് ആദ്യമേ തന്നെ നല്ല കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. പിന്നെ മാത്രമേ വഴക്ക് കിട്ടിയോ അടി കിട്ടിയോ തുടങ്ങിയ കാര്യങ്ങൾ ചോദിക്കാവുള്ളൂ. കോമ്പറ്റീഷൻ്റെ കാര്യമാണെങ്കിൽ തന്നെ ആദ്യമേ അത് എന്നാലും കിട്ടിയില്ലല്ലോ, പ്രൈസ് കിട്ടിയില്ലല്ലോ, മാർക്ക് കിട്ടിയില്ലല്ലോ, അങ്ങനത്തെ നെഗറ്റീവ് കാര്യങ്ങളൊന്നും കുട്ടികളോട് ആദ്യമേ തന്നെ പറയരുത്. അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ പതുക്കെ നമുക്ക് വേണമെങ്കിൽ ടീച്ചേഴ്സ് വഴക്ക് പറഞ്ഞത്, കൂട്ടുകാർ ഉപദ്രവിച്ചത്, കൂട്ടുകാരി വഴക്കിട്ടത്, ഇമ്പോസിഷൻ കിട്ടിയത്, മാർക്ക് കുറഞ്ഞത് തുടങ്ങിയവയെല്ലാം നല്ല കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം മാത്രം അതിനെപ്പറ്റി ചോദിക്കണം. അതിനെപ്പറ്റി എപ്പോഴും ചോദിച്ച് മനസ്സിലാക്കണം. അത് വളരെ നിസ്സാരമായി എടുക്കുകയും അതെല്ലാം സാരമില്ലാത്ത നിസ്സാരമായി എടുക്കേണ്ട കാര്യങ്ങളാണെന്ന് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഒരു കുട്ടിയുമായി വഴക്കിട്ടാൽ അത് സാരമില്ല, അതൊക്കെ സാധാരണ കുട്ടികൾക്ക് സ്കൂളിൽ ക്ലാസ്സിൽ ഉണ്ടാകുന്നതാണെന്നും ടീച്ചർ വഴക്ക് പറഞ്ഞാൽ അത് കുട്ടികൾ നല്ലവണ്ണം പഠിക്കാൻ വേണ്ടിയാണെന്നും എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കുകയും അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ എങ്ങനെ അത് ഫേസ് ചെയ്യണമെന്ന് ഇങ്ങനെ ചെറിയ കാര്യങ്ങളിലൂടെ തന്നെ കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ വലുതാകുമ്പോൾ കുട്ടികൾ സ്വന്തമായി തന്നെ അതെല്ലാം മാനേജ് ചെയ്തുകൊള്ളും. അപ്പോൾ നമ്മളിങ്ങനെയെല്ലാം സംസാരിക്കുമ്പോൾ കുട്ടികൾക്കൊരു ഫീലിംഗ് എന്താണ്, എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നതാണ് എൻ്റെ പേരൻസ്, ഒരു ഫ്രണ്ടിനെ പോലെ തന്നെ കുട്ടി കണക്കാക്കുകയും നമ്മളോടെല്ലാം തുറന്ന് പറയുകയും ചെയ്യും. മൂന്നാമത്തെ കാര്യമാണ്, കുട്ടി എന്തിലാണ് സന്തോഷം കണ്ടെത്തുന്നതെന്നും കുട്ടി എൻജോയ് ചെയ്ത് ചെയ്യുന്ന സംഗതി എന്താണെന്നും. ചിലപ്പോൾ പാട്ടാകാം, ഡാൻസ് ആകാം, വരയ്ക്കുന്നതാകാം, പെയിൻറ്റ് ചെയ്യുന്നതാകാം, അതെല്ലാം കുട്ടിയെ എപ്പോഴും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക. അത് ഒരു വളരെയധികം സ്ട്രെസ്സ് റിലീവ് ചെയ്യുന്ന സംഗതികളാണ്. അതുതന്നെ ഒരു കമ്പൽസറി ആയിട്ട് ചെയ്യിക്കേണ്ട കാര്യമല്ല. ചില കുട്ടികളൊന്ന് വരയ്ക്കുകയോ അപ്പോൾ ഉടനെ വന്ന് കുട്ടി വരയ്ക്കാൻ തുടങ്ങുമ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് എണീറ്റാൽ മതി എന്നല്ല പറയേണ്ടത്. ചില കുട്ടികൾ വരയ്ക്കും, പിന്നെ പോയി കളിക്കും, പിന്നെയും വന്ന് വരയ്ക്കും. അത് കുട്ടികളുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. അതിലും ഒരു കൺട്രോൾ ചെയ്ത് കുട്ടിയെ ഒന്നും കൂടെ സ്ട്രെസ്ഡ് ആക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. ഇനി നാലാമത്തെ കാര്യം, കുട്ടികളുമായി എപ്പോഴൊക്കെ സമയം കിട്ടുന്നു അപ്പോഴെല്ലാം നടക്കാൻ പോവുക, യാത്ര ചെയ്യുക. അതായത് വണ്ടിയിൽ കയറി പോവുക, സ്കൂട്ടറിന് പുറകിലോ കാറിലോ എങ്ങനെയാണ് പോകാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അതുപോലെ പോകുമ്പോൾ. പ്രത്യേകിച്ച് വലിയ കുട്ടികളാണെങ്കിൽ നമ്മൾ ഫേസ് ടു ഫേസ് നമ്മളുടെ മുഖത്തോട്ട് മുഖം നോക്കിയിരുന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കാര്യങ്ങളൊക്കെ പറയാനൊരു മടിയായിരിക്കും. അതേസമയം ചില കുട്ടികൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കുട്ടിയെ ഒറ്റയ്ക്ക് കൂടെ നടക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ വണ്ടിയിൽ പോകുമ്പോഴോ നമ്മൾ ചോദിച്ചാൽ കുറേ കൂടെ ഓപ്പൺ അപ്പ് ചെയ്യുന്നതായിട്ട് കാണുന്നതാണ്. നടക്കാൻ പോകുന്നതും എക്സസൈസ് ചെയ്യുന്നതും ഒരുമിച്ചാണെങ്കിൽ ഏറ്റവും നല്ലത്. അങ്ങനെ എക്സസൈസ് ചെയ്യുമ്പോൾ തന്നെ സ്ട്രെസ്സിന് ഒരുപാട് കുറവുണ്ടാകുകയും ചെയ്യും. അഞ്ചാമത്തെ കാര്യം, 30 തൊട്ട് 60 മിനിറ്റെങ്കിലും കുട്ടികൾ കളിക്കണം അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് 6 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾ എപ്പോഴും വളരെ എനർജറ്റിക്കായിട്ട് ഓടി നടന്ന് കളിയിലായിരിക്കുമല്ലോ. ആറാമത്തെ കാര്യം, ഉറക്കം ആണല്ലോ ആരോഗ്യത്തിന്
ഫിസിക്കൽ ഹെൽത്തിനും മെൻ്റൽ ഹെൽത്തിനും ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സംഗതി. നേരത്തെ ഉറങ്ങുക, നേരത്തെ എണീക്കുക എന്നുള്ളത് ഒരു ശീലമാക്കി കൊള്ളുക. പിന്നെ ഉറങ്ങുന്നതിന് മുമ്പ് പേരൻസും കുട്ടികളും സ്ക്രീൻ ടൈം എന്തായാലും അവോയ്ഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കുട്ടിയോട് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ട് അമ്മയും അച്ഛനും ഫോണും ടി വിയും കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ എന്തർത്ഥം നമ്മൾ കുട്ടികളോട് അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നത്? 6 മുതൽ 12 വയസ്സുള്ള കുട്ടികൾ 12 മണിക്കൂറും 13 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികൾ 8-10 മണിക്കൂർ അവരുടെ പഠിത്തത്തിൻ്റെ ഇതനുസരിച്ച് മിനിമം 8 മണിക്കൂറെങ്കിലും ഉറങ്ങിയിരിക്കണം. 7ാമത്തെ കാര്യം, ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ കൊണ്ട് പ്രോബ്ലംസ്, അവരവർക്കുണ്ടാകുന്ന പ്രോബ്ലംസും എല്ലാം സോൾവ് ചെയ്യാൻ നമ്മൾ എപ്പോഴും പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. ചെറിയ പ്രായത്തിൽ തന്നെ ഷൂസ് ഇടാൻ പഠിപ്പിക്കുക, തന്നെത്താൻ ഉടുപ്പിടാൻ പഠിപ്പിക്കുക, ഷൂ ലേസ് കെട്ടാൻ പഠിപ്പിക്കുക, ബുക്കുകൾ അടുക്കി വയ്ക്കുക, കളിച്ചു കഴിഞ്ഞാൽ ഉടനെ ടോയ്സ് അടുക്കി വയ്ക്കാൻ പറയുക. അല്ലാതെ നമ്മൾ തന്നെ ഒന്നും അറിഞ്ഞൂടാ, അമ്മ ഷൂസ് ഇട്ട് തരാം, അമ്മ ഉടുപ്പിട്ട് തരാം എന്ന് പറയുകയല്ല. കുട്ടിയെക്കൊണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ ഇതെല്ലാം ചെയ്യിക്കുകയും, ഷൂസ് ഇടാൻ ചിലപ്പോൾ കുറച്ച് പ്രയാസമാണെങ്കിൽ പേഷ്യൻസോട് ക്ഷമയോടുകൂടി ഇരുന്ന് അത് ശരിയാകും എന്ന് പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ കുട്ടിക്ക് തന്നെത്താൻ ഷൂസ് ഇട്ട് കഴിയുമ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടാകുകയും പിന്നെയും അത് തന്നെ. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ പ്രോബ്ലംസ് ചെറിയ പ്രായത്തിൽ തന്നെ ഈ വിധത്തിൽ സോൾവ് ചെയ്യുകയാണെങ്കിൽ ഭാവിയിൽ കുറച്ച് കൂടുതൽ പ്രോബ്ലംസ് വരുമ്പോൾ അത് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു കോൺഫിഡൻസ് കുട്ടിക്ക് ഉണ്ടായിക്കൊള്ളും. ഇനി 8ാമത്തെ കാര്യമാണ്, ഒരിക്കലും കുട്ടികളെ നെഗറ്റീവ് തിങ്കിങ് പ്രൊമോട്ട് ചെയ്യരുത്. കുട്ടികൾ വന്ന് പറയുന്നതാണ്, എല്ലാവരുടെയും മുമ്പ് വെച്ച് പേരൻസ് പറയുന്നത് ഇവൻ കണക്കിന് തീരെ മോശമാണ്. കുട്ടികളെന്ന് പറയും എനിക്ക് കണക്കൊട്ടും ഇഷ്ടമില്ല. അപ്പോൾ എന്താണ് പ്രോബ്ലം, എവിടെയാണ് പ്രോബ്ലം, കുട്ടിക്ക് എന്താണ് ഈ സബ്ജക്റ്റ് ഇഷ്ടമില്ലാത്തതെന്ന് ടീച്ചേഴ്സിനോടും നമ്മൾ തന്നെയും കണ്ടുപിടിച്ച് ആ സബ്ജക്റ്റിനോട് കൂടുതൽ ഇഷ്ടം ഉണ്ടാകാനുള്ള കാര്യം ചെയ്യുകയാണ് വേണ്ടത്. അല്ലാതെ കുട്ടി പറയുന്ന പോലെ അത് കേട്ട് ഇവന് കണക്കൊട്ടും ഇഷ്ടമില്ല, ഇവന് ഇംഗ്ലീഷാണ് കൂടുതൽ ഇഷ്ടം, അങ്ങനെയല്ല. കുട്ടികളോട് അത് ടീച്ചേഴ്സിനെ കണ്ടു തന്നെ സംസാരിക്കാൻ അവസരം ഉണ്ടാക്കേണ്ടതാണ്. പിന്നെ ചില കുട്ടികൾ പറയുന്നതാണ്, എൻ്റെ മുടി കണ്ടില്ല, എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. ചിലർ പറയും ചുരുണ്ട മുടിയാണ്, മുഴുവൻ ചുരുണ്ട മുടിയാണ്, കോലൻ മുടിയാണ്, എനിക്കിതൊന്നും ഇഷ്ടമില്ല. അപ്പോൾ നമ്മൾ പറയേണ്ടത്, എത്രയോ പേരുടെ മുടികൾ വേണേൽ നമുക്ക് കാണിച്ചു കൊടുക്കാം. ഇപ്പോൾ അതിനുള്ള സംവിധാനം ഉണ്ടല്ലോ. അതുകൊണ്ട് അവരെല്ലാം ഈ മുടിയായിട്ട് തന്നെ നന്നായിട്ടിരിക്കുന്നു. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും കുട്ടികളുടെ പുറത്ത് അടിച്ചേൽപ്പിക്കരുത്. തിരിച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും പറഞ്ഞു കൊടുക്കേണ്ടതാണ്. അങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് എടുക്കാൻ കുട്ടികൾക്ക് നേരത്തെ തന്നെ ഒരു പരിശീലനം കിട്ടുകയും ചെയ്യും. 9ാമത്തെ കാര്യമാണ്, കുട്ടികളുടെ വീട് എപ്പോഴും ഒരു സേഫും ഡിപ്പെൻഡബിൾ, എന്ത് വന്നാലും എൻ്റെ കൂടെ നിൽക്കുന്ന പേരൻസ് ആണെന്നൊരു ഫീലിംഗ് എപ്പോഴും കുട്ടിക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. 10ാമത്തെ, അതിനുള്ള ഒരു മാർഗ്ഗമാണല്ലോ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക, ഒന്നിച്ച് പാർക്കിൽ പോവുക, സമയം കിട്ടുമ്പോൾ ഒന്നിച്ച് സിനിമയ്ക്ക് പോവുക, അത് എൻജോയ് ചെയ്യുക, ഇടയ്ക്കൊക്കെ ടി വിയിലുണ്ടാകുന്ന പ്രോഗ്രാംസ് ഒരുമിച്ചിരുന്ന് കാണുക. ഇതെല്ലാം കുട്ടികൾക്ക് കൂടുതൽ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാകുന്നതായിട്ട് ഒരു ഫീലിംഗ് ഉണ്ടാകും. പിന്നെ 11ാമത്തെ കാര്യം, കുട്ടികൾ വായിക്കുന്ന ബുക്സ്, അവർ വാച്ച് ചെയ്യുന്ന പ്രോഗ്രാംസ്, ഗെയിംസ് തുടങ്ങിയവ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു കൺട്രോൾ വേണ്ടതാണ്. എപ്പോഴും അത് എന്താണെന്നുള്ളത് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ ഉള്ള വഴിതെറ്റൽ നേരത്തെ തന്നെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ്. ഇനി 12ാമത്തെ കാര്യം, ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക്, പ്രത്യേകിച്ച് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് സ്ട്രെസ്സായിട്ട് കാണുന്നതും പല പ്രോബ്ലമായിട്ടും വരുന്നത് സ്കൂള് മാറുമ്പോഴാണ്. പുതിയ സ്കൂള്, വലിയവർക്കാണെങ്കിൽ ഒരു പുതിയ അറ്റ്മോസ്ഫിയറിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരുപാട് സമയമെടുക്കുമല്ലോ. അപ്പോൾ അതിലും പ്രയാസമായിരിക്കും കുട്ടികൾക്ക്. അപ്പോൾ ഒരു സ്കൂള് മാറുകയോ വീട് മാറുകയോ വീട്ടിൽ എന്തെങ്കിലും ചേഞ്ചസ്, ഉദാഹരണത്തിന് ഇപ്പോൾ പുറം രാജ്യങ്ങൾ ജോലിക്ക് പോവുകയോ അമ്മയ്ക്ക് ട്രാൻസ്ഫർ ആകുകയോ അങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ വീട്ടിൽ എല്ലാവരും കൂടി ഇരുന്ന് കുട്ടിയെയും കൂടെ ഉൾപ്പെടുത്തി ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകാൻ പോവുകയാണെന്നും സ്കൂള് മാറേണ്ട അത്യാവശ്യമാണെന്നും അതിൻ്റെ കാരണവും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി. പണ്ട് നമ്മൾ സ്കൂള് മാറിയപ്പോൾ, പേരൻസ് സ്കൂള് മാറിയപ്പോൾ ആദ്യത്തെ കുറച്ച് വിഷമവും കഴിയുമ്പോൾ പിന്നെ ഒരുപാട് കൂട്ടുകാരെ കിട്ടുകയും പുതിയ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യും, പുതിയ ടീച്ചേഴ്സ്, അതെല്ലാം നല്ല കാര്യമാണെന്നും ആദ്യത്തെ കുറച്ച് പ്രയാസമേ ഉള്ളെന്ന് നേരത്തെ തന്നെ കുട്ടിയുമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ കുട്ടികൾ ആ പ്രതീക്ഷയോടുകൂടെ മാത്രമേ പുതിയ സ്കൂളിലോ വീട് മാറുമ്പോഴോ പുതിയ അറ്റ്മോസ്ഫിയർ എല്ലാം കുട്ടി അതിലങ്ങ് അഡ്ജസ്റ്റ് ചെയ്തുകൊള്ളൂ. പിന്നെ കുറേ കാര്യങ്ങൾ, അതായത് ഈ 12 കാര്യങ്ങൾ മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം കൂടെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാൻ പറ്റുകയില്ല. അപ്പോൾ ഇങ്ങനെ പല വിധത്തിൽ നമ്മൾക്ക് നേരത്തെ തന്നെ കുട്ടികളുടെ സ്ട്രെസ്സ് മാനേജ് ചെയ്യുകയും അവരെ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ് ഫേസ് ചെയ്യാൻ പരിശീലനം കൊടുക്കേണ്ടതും അത്യാവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ ഫ്യൂച്ചറിൽ അവർക്ക് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും അതെല്ലാം ഫേസ് ചെയ്യാനും അതെല്ലാം പോസിറ്റീവായിട്ട് എടുക്കാനും
അതിന് വേറെ ഏതെങ്കിലും മാർഗത്തിൽ അത് സോൾവ് ചെയ്യാനുമുള്ള കഴിവുകൾ തന്നെത്താൻ ഉണ്ടായിക്കൊള്ളും. ഇനി എന്ത് ചെയ്തിട്ടും, പ്രത്യേകിച്ച് വലിയ കുട്ടികൾ, കൗമാരക്കാർ എന്ത് ചെയ്തിട്ടും സ്ട്രെസ്സ് പേരൻസിന് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എത്രയും വേഗം തന്നെ ഒരു മെഡിക്കൽ ഹെൽപ്പ്, ഒരു പീഡിയാട്രീഷ്യനെ തന്നെ കാണുകയാണ് നല്ലത്. എന്നിട്ട് ഒരു സൈക്കോളജിസ്റ്റിനെ കാണണോ അതോ സൈക്യാട്രിസ്റ്റിനെ കാണണോ എന്ന് തുടങ്ങി എല്ലാ അഡ്വൈസും തേടേണ്ടതാണ്. അത് വേണ്ട സമയത്ത് തന്നെ ഇൻ്റർഫിയർ ചെയ്താൽ അതിന് ഏറ്റവും പ്രയോജനം കിട്ടുകയും ചെയ്യും. എന്ത് ചെയ്തിട്ടും കുട്ടി ഹാപ്പി അല്ല, ഫ്രണ്ട്സിനോടും പേരൻസിനോടും ശരിക്കും ഇൻട്രാക്റ്റ് ചെയ്യുന്നില്ല, എപ്പോഴും ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നു, കാരണമില്ലാതെ കരയുന്നു, കാരണമില്ലാതെ ദേഷ്യപ്പെടുന്നു, പഠിത്തത്തിൽ പുറകോട്ട് പോകുന്നു, ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിൽ എത്രയും വേഗം ഒരു ഡോക്ടറെ കണ്ട് ആരെയാണ് കൺസൾട്ട് ചെയ്യേണ്ടതെന്നുള്ള ഉപദേശം തേടുകയും വേണ്ട പോലെ ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്നെല്ലാം മോചനം ഉണ്ടാകുകയും ചെയ്യും. എല്ലാ കുട്ടികളും ചെറിയ പ്രായം തൊട്ട് തന്നെ സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ പഠിക്കട്ടെ. ആർക്കും ഫ്യൂച്ചറിൽ ഒരു കുഴപ്പവും സ്ട്രെസ്സ് കാരണം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.